കുന്നമംഗലത്ത് പടക്ക നിർമ്മാണത്തിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ 2 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വാടകയ്ക്കെടുത്ത വീട്ടിൽ പടക്ക നിർമ്മാണം നടത്തുന്നതിനിടെയായിരുന്നു ഈ അപകടം നടന്നത്. വീട്ടുടമസ്ഥനും ബന്ധുവുമാണ് മരണപ്പെട്ടത്. 3 പേർക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജന, വല്ലാത്ത നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്? ഈ പരിക്കേറ്റവരുടെ അവസ്ഥ അതിപ്പോൾ എങ്ങനെയാണ്? 2 മരണമാണല്ലോ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അഞ്ജന. അതെ ഉമേബാൻ, ഏതായാലും വളരെ നടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ, അതായത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ പടക്കം നിർമ്മിക്കുകയായിരുന്നു. അനധികൃതമായി പടക്കം നിർമ്മിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുന്നേ, ഏതാണ്ട് ഒരു 9:30 സമയത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഇവിടെ ഉണ്ടാകുന്നത്. ഈ വീട്ടുടമസ്ഥനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവുമാണ് മരിച്ചത്. 2 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ഈ വീട്ടിൽ ഏതാണ്ട് ഒരു 7 പേരോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വലിയൊരു സ്ഫോടനമാണ്, വലിയ വ്യാപ്തിയുള്ള സ്ഫോടനമാണ്. ഈ സ്ഫോടനം ഉണ്ടായ ഉടൻ തന്നെ വീട്ടിലുണ്ടായിരുന്ന ഈ മരണപ്പെട്ട 2 പേരുടെയും മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലൊക്കെയായിരുന്നു. ഈ ശബ്ദം കേട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു. അവർ പിന്നീട് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. എന്തായാലും ഇവിടെ പടക്കങ്ങളും മറ്റുമൊക്കെ അനധികൃതമായി സൂക്ഷിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ ഇവിടെ ആളുകൾ തടിച്ചു കൂടിയുണ്ട്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. പോന്നതാ. ഇത് വാടകയ്ക്കെടുത്ത് പടക്കം നിർമ്മിക്കുന്ന കേന്ദ്രമാണല്ലേ? അതറിയൂല. ഇവിടെ ബാബുട്ടുണ്ട് അതിന്റെ ആള്. ഇവിടെ ഉണ്ടായിരുന്നോ? ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഏട്ടാ? ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇത് വാടകയ്ക്ക് കൊടുത്ത വീടാണ്. അതെ. ഇതിപ്പോ 2 പേര് മരിച്ചു എന്ന് പറയുന്നത് വീടിന്റെ ഉടമസ്ഥനാണ്. എനിക്കറിയില്ല, കണ്ടിട്ടില്ല. ആരാണ് വാടകയ്ക്ക് എടുത്തതെന്ന് മറ്റും അറിയോ? വാടകയ്ക്ക് എടുത്ത ഏതാ ടീമൊന്നും അറിയില്ല ചേട്ടാ. ആ സമയത്ത് സൗണ്ട് സാർ, വളരെ ദാരുണമായിട്ടുള്ള നടുക്കുന്ന സംഭവമാണ് ഉണ്ടായത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് ലഭിച്ചിരിക്കുന്ന വിവരം? ഞാൻ ആ സംഭവ സ്ഥലത്ത് പോയിരുന്നു. പടക്കം നിർമ്മിക്കുന്ന ഒരു സ്ഥലം ആണ് എന്നാണ് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നത്. കാരണം അവിടെ കുറെ പടക്കങ്ങൾ പെട്ടികളിൽ കാണുന്നുണ്ട്. അടുത്തുള്ള വീടുകളുടെയൊക്കെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു കുട്ടി ഭക്ഷണം കഴിച്ച് പുറത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. ഭക്ഷണത്തിന്റെ ഒരു പ്ലേറ്റ് അവിടെ കാണുന്നുണ്ട് പുറത്ത്. വിശദമായ ഒരു അന്വേഷണം നടത്തിയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സർ, അത് തന്നെയാണ്. ഇതിപ്പോൾ മനസ്സിലാക്കിയ പ്രാഥമിക വിവരപ്രകാരം ഇത് അനധികൃതമായിട്ട്, അതായത് കൃത്യമായിട്ടുള്ള ലൈസൻസോ ചട്ടങ്ങളോ ഒക്കെ പാലിക്കാതെ നടത്തിയ പടക്ക നിർമ്മാണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2 പേർക്ക് ദാരുണ അന്ത്യവും കൂടി സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണങ്ങളൊക്കെ ഊർജിതമായി തന്നെ നടക്കുമല്ലോ സർ? തീർച്ചയായിട്ടും നടക്കണം. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തും അടുത്തുള്ള വീട്ടുകാർക്ക് പോലും അറിയില്ല അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ചില ആളുകൾ പറയുന്ന അവിടെ പടക്കം, വിഷുവായിട്ട് പടക്കം നിർമ്മിക്കുന്നുണ്ട്. ഇവരവിടെ വന്നിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ്. അവിടെയുള്ള ആളുകളല്ല ഇവര് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.